ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പാരീസിലാണ്. പാരീസിലെ സെയിൻ നദിയിലൂടെയുള്ള യാത്രയാണ്. നല്ല മഴയുള്ള ഒരു ദിവസമാണ്. കരയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇതൊക്കെ. ബോട്ടിൽ കയറി മുകളിലത്തെ തട്ടിൽ കയറിയപ്പോൾ അവിടെ എല്ലാം നനഞ്ഞു കിടക്കുകയാണ്. ആൾക്കാർ തീരെ കുറവാണ്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് അതിൻ്റെ സീറ്റുകൾ. പാരീസ് നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു പ്രധാന നദിയാണ് സെയിൻ നദി. ഈഫൽ ഗോപുരം, ലൂർവ് മ്യൂസിയം, നോസ്ട്രഡാം പള്ളി ഇങ്ങനെ തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ചരിത്ര പ്രാധാന്യമുള്ള പാലങ്ങളും സെയിൻ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ ജീവിതത്തിൽ ഈ നദി വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ആകെ നീളം ഏകദേശം 777 കിലോമീറ്ററാണ്. ഈ നദിക്ക് കുറുകെയുള്ള 37 പാലങ്ങളും മനോഹരമായ കാഴ്ചകൾ നൽകുന്നു. 2024 ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് സെയിൻ നദിയിലായിരുന്നു. വളരെ ക്ലീനായി നീറ്റായിട്ട് കിടക്കുന്ന ഈ നദി പല കാലഘട്ടങ്ങളിലെയും കലാകാരന്മാർക്ക് പ്രചോദനം നൽകിയ ഒരു നദിയാണ്. നദിയുടെ തീരത്തുള്ള പ്രദേശങ്ങളെ യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാരീസ് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഉപയോഗിക്കുന്ന പല ആവശ്യങ്ങൾക്കുമുള്ള വെള്ളം, കുടിവെള്ളം ഉൾപ്പെടെ ഈ നദിയിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് ഒരു പ്രധാന വ്യാവസായിക ജലപാത കൂടിയാണ്. സോഴ്സ് സെയിൻ എന്ന പ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച് പാരീസിലൂടെ ഒഴുകി ഹാവ്രയിൽ വെച്ച് ഇംഗ്ലീഷ് ചാനലിൽ ചെന്ന് പതിക്കുന്നു. സമുദ്രത്തിൽ നിന്നും 120 കിലോമീറ്ററോളം ദൂരം ഈ നദിയിലൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാവുന്നതാണ്. സെയിൻ അല്ലെങ്കിൽ സീൻ എന്ന പേര് വന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. സെക്വാന എന്ന വാക്കിൽ നിന്ന് വിശുദ്ധ നദി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ കരയിൽ കാണുന്നത് പാരീസിലെ പ്രശസ്തമായ ലാ കോൺസിയർജറിയാണ്. ഇത് രാജാക്കന്മാരുടെ ഒരു കൊട്ടാരമായിരുന്നു. പിന്നീട് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഇത് ജയിലായിട്ട് ഉപയോഗിച്ചു. ഇപ്പോൾ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണ സെൻ്ററായി നിലകൊള്ളുന്നു. പല കലാകാരന്മാർക്കും സെയിൻ നദി ഒരു പ്രചോദനമായിട്ടുണ്ട്. ലൈറ്റുകളുടെ നഗരമാണല്ലോ പാരീസ്. നൈറ്റ് ക്രൂയിസ് യാത്ര ഇവിടെ അതിമനോഹരമാണെന്നാണ് അറിവ്. ഇവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് പോണ്ട് ന്യൂഫ് ബ്രിഡ്ജിന് സമീപം ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും സെയിൻ നദിയുടെ മനോഹാരിത ആസ്വദിക്കുകയും ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ടിൽ 1, 2, 3 ദിവസം ആൾക്കാർ വന്ന് താമസിക്കാറുണ്ടല്ലോ. എന്നാൽ ഇവിടെ പാരീസിൽ സെയിൻ നദിയിൽ ആൾക്കാർ വന്ന് മാസങ്ങളോളം താമസിക്കാറുണ്ട്. ഈ നദിയുടെ തീരത്തുള്ള പ്രൗഢഗംഭീരമായ കെട്ടിടങ്ങളുടെ ഭംഗി വാക്കുകളാൽ വർണ്ണിക്കാനാവില്ല. മഴയുള്ളതുകൊണ്ടും ഇനിയുള്ള ദിവസങ്ങളിലും ടൂറ് പോകേണ്ടതുകൊണ്ടും പനിയൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് ബോട്ടിൻ്റെ താഴത്തെ തട്ടിലാണ് ഇരുന്നത്. അവിടെ ഇരുന്ന് എടുത്ത വീഡിയോകളാണ് ഇതെല്ലാം. ഈ നദിക്ക് ആവറേജ് 9 മീറ്റർ ആഴമുണ്ട്. നഗരത്തിൻ്റെ മധ്യത്തിലാണെങ്കിലും ഒരു പേപ്പറോ ഒരു കുപ്പിയോ ആവശ്യമില്ലാത്ത യാതൊരു സാധനവും ഈ നദിയിൽ കാണാനില്ല. വളരെ പ്രശസ്തമായതും ഇടയ്ക്കിടയ്ക്ക് മോഷണം നടക്കുന്നതുമായ ലൂവ്രെ മ്യൂസിയം, മോണലിസയുടെ പടമൊക്കെ ഇരിക്കുന്ന ആണ് മുമ്പേ കണ്ടത്. നദിയുടെ ഇരുകരകളിലായി പാരീസിൻ്റെ ചരിത്രവും കലയുടെ സൗന്ദര്യവും വിരിഞ്ഞിരിക്കുന്നു. ഇതിലൂടെ കടന്നു പോകുന്ന ഒരു ബോട്ട് യാത്ര ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു അത്ഭുതം തന്നെയായിരിക്കും.
പലതരം പാലങ്ങളും പലതരം ബോട്ടുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സെയിൻ നദിയിലുള്ള 37 പാലങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളത് ഇതാണ്. പോണ്ട് അലക്സാണ്ട്രിയ തേർഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നിറയെ കൊത്തുപണികളും ലൈറ്റുകളും ഒക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പാലം. ഇവിടുത്തെ പാലങ്ങൾക്കൊക്കെ നല്ല വീതിയാണ്. വർഷങ്ങൾ മുമ്പേ പണിതാണെങ്കിലും നല്ല വീതിയുള്ള പാലങ്ങളാണ്. ഇതാണ് പാരീസിൻ്റെ ജീവവായു പോലെ ഒഴുകുന്ന സെയിൻ നദി. ഈ നദിക്കരയിലൂടെയാണ് ലോകത്തിലെ പ്രശസ്തമായ കെട്ടിടങ്ങളും കലാസൃഷ്ടികളും നിലകൊള്ളുന്നത്. ഇതിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര പാരീസിൻ്റെ ആത്മാവിനെ നേരിട്ട് അനുഭവിക്കുന്നൊരു അനുഭവം തന്നെയാണ്. അങ്ങ് ദൂരെ ഈഫൽ ടവറിൻ്റെ മുകൾ വശം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മഴയാണെങ്കിലും ഞങ്ങൾ ചില ഫോട്ടോകളൊക്കെ എടുത്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരുന്നതായിരിക്കും. താങ്ക് യു.